അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 29 ശനിയാഴ്ച. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തത് ദൗർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ആശങ്കയാണ് നീറ്റ് വിഷയമെന്നും നീറ്റ് പരീക്ഷ ഒരു ദുരന്തമായി മാറിക്കഴിഞ്ഞുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് അർഹിക്കുന്ന ബഹുമാനം നൽകാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിലെ ക്രമക്കേടുകൾ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നലെ നിഷേധിച്ചിരുന്നു. റദ്ദാക്കിയ UGC നെറ്റ് പരീക്ഷകൾ നടത്താനുള്ള പുതുക്കിയ തീയതികൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 4 വരെ UGC നെറ്റ് പരീക്ഷകൾ നടക്കും. CSIR നെറ്റ് പരീക്ഷ ജൂലൈ 25 മുതൽ 27 വരെയും നടക്കും. ചോദ്യപേപ്പർ ചോർന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പരീക്ഷകൾ മാറ്റിയത്. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ CPMനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർത്തു. CPMന്റെ സ്ഥലമടക്കം 29 കോടി രൂപയുടെ സ്വത്തുക്കളും ED കണ്ടുകെട്ടി. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിലുള്ള പുറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റി ഓഫീസിന്റെ സ്ഥലവും CPMന്റെ 60 ലക്ഷം രൂപയുടെ 8 ബാങ്ക് അക്കൗണ്ടുകളുമാണ് ED കണ്ടുകെട്ടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ തോൽവിയിൽ ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ വേണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റിയിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ പ്രകടനം നിരാശപ്പെടുത്തുന്നതെന്നാണ് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച PB റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. CPM സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം കേന്ദ്ര കമ്മിറ്റി നിരാകരിച്ചു. ജാതിമത സംഘടനകളുടെ സമീപനം മാത്രമാണ് തോൽവിക്ക് കാരണമെന്ന വിലയിരുത്തൽ അംഗീകരിക്കാനാവില്ലെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJP ഉണ്ടാക്കിയത് കനത്ത പ്രതിസന്ധിയെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ്. ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ വോട്ട് കണക്കിൽ BJP മുന്നിലാണെന്നും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായെന്നുമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ വിലയിരുത്തൽ. ഈഴവ വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായെന്നും സർക്കാർ ജനങ്ങളുടേതാണെന്ന തോന്നൽ ഇല്ലാതായെന്നും അഭിപ്രായം ഉയർന്നു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റത്തിനെതിരെയും CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു. ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ കുറച്ചതായാണ് വിമർശനം. ഇങ്ങനെ പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP കളം പിടിക്കുമെന്നാണ് വിമർശനം. നഗരസഭ ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഒട്ടും ജനകീയമല്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ രീതിയിൽ ഇനിയും ആരെയെങ്കിലും CPM കൊല്ലാൻ നോക്കിയാൽ അവർക്ക് കോൺഗ്രസ് സംരക്ഷണം നൽകുമെന്ന് K. സുധാകരൻ MP. മുഖ്യമന്ത്രിയും പാർട്ടിയും നൽകുന്ന സംരക്ഷണമാണ് കൊലയാളികളുടെ പിൻബലം. പാർട്ടിയിൽ ഉയർന്നുവരുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ TP ചന്ദ്രശേഖരൻ മാതൃകയിൽ തീർത്തുകളയാം എന്നാണ് കരുതുന്നതെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്ന് സുധാകരൻ പറഞ്ഞു. അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത, ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ഫാസിസ്റ്റ് പാർട്ടിയാണ് CPM എന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. കേരള സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ദേശീയ ആരോഗ്യ മിഷന്റെയും ആർദ്രം മിഷന്റെയും ലോഗോ ബോർഡിൽ ഉണ്ടായിരിക്കണം. കൂടാതെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിനൊപ്പം ആരോഗ്യം പരമം ധനം എന്ന ടാഗ് ലൈനും ഉൾപ്പെടുത്തണമെന്നാണ് ഉത്തരവിലുള്ളത്. സംസ്ഥാനത്തെ ആശുപത്രികളുടെ പേര് മാറ്റുന്നുവെന്നത് അനാവശ്യ പ്രചാരണമെന്ന് ആരോഗ്യവകുപ്പ്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ ഇനിയും ആ പേരുകളിൽ തന്നെ അറിയപ്പെടും. ബ്രാൻഡിംഗായി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, ആരോഗ്യം പരമ ധനം എന്നീ ടാഗ് ലൈനുകൾ കൂടി ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നതെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കേരള, MG, കുഫോസ്, KTU, കാർഷിക, മലയാളം സർവകലാശാലകളുടെ VC നിയമനങ്ങൾക്ക് സെർച്ച് കമ്മിറ്റികൾ രൂപവൽക്കരിച്ച് ഗവർണർ. കേരള സർവകലാശാല സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറുടെ നോമിനിയായി ISRO ചെയർമാൻ S. സോമനാഥിനെ ഉൾപ്പെടുത്തി.
4 വർഷ ബിരുദമടക്കം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വരുന്ന ഘട്ടത്തിൽ സർവകലാശാലകളിലെ ഇൻചാർജ് ഭരണം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് കണ്ടാണ് സ്ഥിരം VC നിയമനത്തിലേക്ക് ഗവർണർ കടന്നത്. നിലവിൽ കാലിക്കറ്റ് ഒഴികെ ഒരു സർവകലാശാലയിലും സ്ഥിരം VCമാരില്ല. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമ ഷൂട്ടിംഗ് നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയാണ് ഇവിടെ ചിത്രീകരിച്ചത്. സർക്കാർ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമ ചിത്രീകരിക്കാൻ അനുമതി നൽകിയ എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ, അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർ 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമ ഷൂട്ടിംഗ് നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഷൂട്ടിംഗിന് അനുമതി നൽകിയതെന്നും രോഗികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം നിർദ്ദേശം നൽകിയിരുന്നുവെന്നും സൂപ്രണ്ട് പറഞ്ഞു. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന്റെ അടക്കം അനുമതിയും നിർദ്ദേശങ്ങളും പാലിച്ചാണ് ഷൂട്ടിംഗ് നടന്നതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. അതേസമയം സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് വിശദീകരണം തേടി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലെത്തിയ വിസ്താര വിമാനത്തിന് ബോംബ് ഭീഷണി. തിരുവനന്തപുരത്തു നിന്നും 12:30 പുറപ്പെട്ട വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. എന്നാൽ വിമാനത്തിൽ നടത്തിയ പരിശോധനയിൽ ബോംബ് കണ്ടെത്താനായില്ല. വിമാനം മുംബൈയിൽ ലാൻഡ് ചെയ്ത ശേഷം 3 മണിക്കൂറോളം യാത്രക്കാരെ സുരക്ഷാ ജീവനക്കാർ പരിശോധിച്ചു. വിമാനത്തിന്റെ ശുചിമുറിയിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് എഴുതിയത് കണ്ട് വിസ്താര ജീവനക്കാരാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചത്. ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ജൂലൈ 1 മുതൽ പുതിയ സംവിധാനം നിലവിൽ വരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ഇതുവരെ സംസ്ഥാനത്ത് 27 RDOമാരോ സബ് കളക്ടർമാരോ തീർപ്പ് കൽപ്പിച്ചിരുന്ന തരം മാറ്റൽ പ്രക്രിയ ഇനി മുതൽ 71 ഡെപ്യൂട്ടി കളക്ടർമാർ നേരിട്ട് കൈകാര്യം ചെയ്യുമെന്ന് മന്ത്രി വിശദീകരിച്ചു. ഭൂനികുതി ഉൾപ്പെടെ പ്രധാന ഇടപാടുകൾ ഓൺലൈൻ വഴിയാക്കി തുടങ്ങിയതോടെയാണ് ഭൂമി തരംമാറ്റത്തിനായി ഇത്രയധികം അപേക്ഷകൾ വരാനിടയായതെന്നും മന്ത്രി വ്യക്തമാക്കി. മലബാറിലെ ട്രെയിൻ യാത്രക്കാർ അഭിമുഖീകരിക്കുന്ന യാത്രാക്ലേശം പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെയും റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയവർമ്മ സിൻഹയെയും കണ്ട് കോഴിക്കോട് MP MK രാഘവൻ. ബാംഗ്ലൂരു കണ്ണൂർ എക്സ്പ്രസ് സർവീസ് കോഴിക്കോടേക്ക് നീട്ടി റെയിൽവേ ബോർഡ് ഇറക്കിയ ഉത്തരവ് 5 മാസം കഴിഞ്ഞും നടപ്പിലാക്കാത്തതിലെ പ്രതിഷേധം അദ്ദേഹം മന്ത്രിയെ അറിയിച്ചു. കോഴിക്കോട് NITയിലെ കരാർ തൊഴിലാളികളുടെ സമരം അവസാനിപ്പിച്ചു. ഇവിടെ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്ന സെക്യൂരിറ്റി ശുചീകരണ വിഭാഗത്തിലെ 312 ജോലിക്കാരെയും നിലനിർത്തുമെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകി. തൊഴിലാളികൾക്ക് 60 വയസ്സ് എന്ന മാനദണ്ഡം തന്നെ ഇനിയും നിലനിർത്താനും തീരുമാനിച്ചു. ഇതേ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ കോഴ്സുകൾ ജൂലൈ 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യും. 1ാം വർഷ ബിരുദ ക്ലാസുകൾ ആരംഭിക്കുന്ന ജൂലൈ 1 വിജ്ഞാനോത്സവം ആയി സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ ആഘോഷിക്കുമെന്ന് മന്ത്രി R ബിന്ദു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാസപ്പടി കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് ഹൈക്കോടതിയിൽ ED. വീണ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക്കിന് കരിമണൽ കമ്പനിയായ CMRL നൽകിയ പണത്തിന്റെ സ്രോതസ് കണ്ടെത്തേണ്ടതുണ്ട്. CMRLന്റെ കണക്കുകൾ പലതും കൃത്രിമമാണെന്നും ED കോടതിയെ അറിയിച്ചു. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. യാത്രാ കപ്പൽ തുടങ്ങുന്നതിനായി 2 ഏജൻസികളെ തെരഞ്ഞെടുത്തു. കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും വിവിധ തുറമുഖങ്ങളും വിദേശ തുറമുഖങ്ങളുമായും ബന്ധപ്പെട്ട് ടൂറിസം രംഗത്ത് യാത്രാ കപ്പൽ ഒരുക്കും. തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പുതിയ വിമാന സർവീസുമായി എയർ ഇന്ത്യ. ജൂലൈ 1 തീയതി മുതൽ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് ഉണ്ടാകും. ബാംഗ്ലൂരുവിൽ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 3 മണിക്ക് പുറപ്പെടുന്ന വിമാനം വൈകുന്നേരം 4:15 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. തിരികെ തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം 4:55 പുറപ്പെട്ട് 6:10 ബാംഗ്ലൂരിൽ എത്തും.
രാത്രികാലങ്ങളിൽ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ദീർഘദൂര ബസ്സുകൾ നിർത്താനാവില്ലെന്ന് KSRTC. രാത്രി 8 മുതൽ രാവിലെ 6 വരെ സ്ത്രീകളും മുതിർന്ന പൗരന്മാരും ഭിന്നശേഷിക്കാരും ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ബസ് നിർത്തണമെന്ന് സർക്കുലർ നിർദ്ദേശിക്കുന്നുണ്ട്. ദീർഘദൂര മൾട്ടി ആക്സിൽ AC സൂപ്പർ ഡീലക്സ് സൂപ്പർ എക്സ്പ്രസ് ബസ്സുകളിൽ ഈ നിർദ്ദേശം നടപ്പാക്കുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണെന്ന് KSRTC മാനേജിംഗ് ഡയറക്ടർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. K-സ്മാർട്ട് ആപ്പ് വഴി ലൈസൻസ് നേടിയത് 1,31,907 സ്ഥാപനങ്ങളെന്ന് റിപ്പോർട്ട്. 1,19,828 വ്യാപാര സ്ഥാപനങ്ങൾ ലൈസൻസ് പുതുക്കി. 12,079 പേർ പുതിയ ലൈസൻസ് എടുത്തു. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനാക്കുന്നതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പരിധിയിലെ സ്ഥാപനങ്ങളുടെ ലൈസൻസ് വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് K-സ്മാർട്ട് സോഫ്റ്റ്വെയർ വഴിയാക്കിയത്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ ഇന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അംഗനവാടികൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഗുജറാത്തിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. കർണാടക, ഗോവ, മഹാരാഷ്ട്ര തീരങ്ങളിൽ കാലവർഷക്കാറ്റ് സജീവമാണ്. വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്തെ? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജയിൽ മോചിതനായി. റാഞ്ചിയിലെ ബിർസ മുണ്ട സെൻട്രൽ ജയിലിൽ നിന്നിറങ്ങിയ അദ്ദേഹത്തെ ഭാര്യ കൽപ്പന സോറൻ, JMM ജനറൽ സെക്രട്ടറി വിനോദ് പാണ്ഡെ എന്നിവർ സ്വീകരിച്ചു. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും താൻ തുടങ്ങിവെച്ച ദൌത്യം പൂർത്തിയാക്കുമെന്നും ജയിൽ മോചിതനായ സോറൻ പ്രതികരിച്ചു. BS യെദ്യൂരപ്പയ്ക്കെതിരായ പോക്സോ കേസിൽ അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് കർണാടക ഹൈക്കോടതി നീട്ടി. കേസിൽ CID കഴിഞ്ഞ ദിവസം വിചാരണ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കേസിൽ വിശദമായ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ CIDയോട് കോടതി നിർദ്ദേശിച്ചു. വിശദമായ എതിർ സത്യവാങ്മൂലം നൽകുന്നതുവരെ യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ജാർഖണ്ഡിൽ നിന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തു. ഹസാരിബാഗിലെ സ്കൂൾ പ്രിൻസിപ്പൽ ഇസാൻ ഉൽ ഹഖ്, പരീക്ഷാ സെന്റർ സൂപ്രണ്ട് ഇംതിയാസ് ആലം എന്നിവരാണ് അറസ്റ്റിലായത്. ഹസാരിബാഗിലെ സ്കൂളിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് സ്കൂൾ പ്രിൻസിപ്പലിനെയും പരീക്ഷാ സെന്റർ സൂപ്രണ്ടിനെയും CBI അറസ്റ്റ് ചെയ്തത്. ഇന്ധന വിലക്കുറവ് ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര സർക്കാരിന്റെ ബജറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ധനകാര്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഉപമുഖ്യമന്ത്രി അജിത് പവാറാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പെട്രോളിന് ലിറ്ററിന് 65 പൈസയുടെയും ഡീസലിന് 2 രൂപ 60 പൈസയുടെയും കുറവാണ് വരുന്നത്. 21നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ യോഗ്യരായവർക്ക് മാസം 1,500 രൂപ, 50 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് വർഷം 3 പാചകവാതക സിലിണ്ടറുകൾ സൗജന്യം, ഇന്റേൺഷിപ്പ് പരിശീലനങ്ങളിൽ ഏർപ്പെടുന്ന 10 ലക്ഷം തൊഴിൽരഹിതരായ യുവാക്കൾക്ക് 10,000 രൂപ പ്രതിമാസ സ്റ്റൈപ്പൻഡ് എന്നിവയാണ് ബജറ്റിലെ ആകർഷണങ്ങൾ. വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ചരിത്രമെഴുതി ഇന്ത്യൻ താരം ഷഫാലി വർമ്മ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ ഇരട്ട സെഞ്ചുറിയിലൂടെയാണ് ഷഫാലി നിരവധി റെക്കോർഡുകൾ കടപുഴക്കിയത്. 2002 മിതാലി രാജിന്റെ ഇരട്ട സെഞ്ചുറി നേട്ടത്തിന്റെ 22 വർഷങ്ങൾക്ക് ശേഷമാണ് ടെസ്റ്റിൽ ഒരു ഇന്ത്യൻ വനിതയുടെ ഇരട്ട സെഞ്ചുറി പിറക്കുന്നത്. ഷഫാലി മന്ദാന സഖ്യത്തിന്റെ റെക്കോർഡ് ഓപ്പണിംഗ് കൂട്ടുകെട്ടിന്റെ മികവിൽ 1ാം ദിനം 4 വിക്കറ്റ് നഷ്ടത്തിൽ 525 റൺസാണ് ഇന്ത്യ അടിച്ചെടുത്തത്. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ദിവസം ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന റൺസ് എന്ന റെക്കോർഡും ഇതോടെ ഇന്ത്യ സ്വന്തമാക്കി. 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനൽ ഇന്ന് രാത്രി 8 മണിക്ക് ആരംഭിക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. 2007 ശേഷം ലോകകപ്പ് കിരീടം നേടാനുള്ള ഇന്ത്യയുടെ ആഗ്രഹം സഫലമാകുമോ അതോ ആദ്യമായി ലോകകപ്പിന്റെ ഫൈനലിലെത്തിയ ദക്ഷിണാഫ്രിക്കയുടെ ചിരകാല അഭിലാഷം സാധ്യമാകുമോ എന്ന് ഇന്നറിയാം. അതേസമയം ഫൈനൽ നടക്കേണ്ട ബാർബഡോസിൽ മഴ ഭീഷണിയാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം.
യൂറോ കപ്പ് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 ഇറ്റലിയും സ്വിറ്റ്സർലാൻഡും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ജർമ്മനി ഡെൻമാർക്കുമായും ഏറ്റുമുട്ടും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.